ഹബീബായ മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾക്ക് ഏറ്റവും ഇഷ്ടമുള്ള ഒരു സൂറത്താണ് പൂവണി. നമ്മൾ ജീവിതത്തിൽ നടക്കില്ല എന്ന് നനച്ചിരുന്ന ചില ആഗ്രഹങ്ങളൊക്കെ ഉണ്ടാവുമല്ലോ, അത്തരം ആഗ്രഹങ്ങളൊക്കെ ഇങ്ങനെ പൂവണിയുന്നതായിട്ട് നമുക്ക് കാണാൻ കഴിയും. സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ സ്വപ്നത്തിൽ കാണാൻ കഴിയുമെന്ന് മഹാന്മാരായ ആലിമീങ്ങൾ, പണ്ഡിതന്മാർ നമ്മെ പഠിപ്പിക്കുന്നുണ്ട്. അത്ര മഹത്വമുണ്ട് ഈ സൂറത്തിന്. പതിവായിട്ടല്ല, ഭൗതികവും പാരത്രികവുമായ എല്ലാ നന്മകളുടെ കവാടങ്ങളും അയാൾക്ക് മുമ്പിൽ തുറക്കപ്പെടും. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാത്തു വസ്സലാമു അലാ അഷ്റഫിൽ മഖ്ലൂഖീൻ വ ആലി കുല്ലിൻ വസ്വഹാബത്തി അജ്മഈൻ. അമ്മാ ബഅദ്. പ്രിയമുള്ളവരെ, പരിശുദ്ധ ഖുർആനിനെ സംബന്ധിച്ച് നാം കഴിഞ്ഞ വീഡിയോയിൽ പറഞ്ഞു, ഈ രൂപത്തിൽ ഖുർആനിനെ നമ്മുടെ ജീവിതത്തിൻ്റെ ഭാഗമാക്കി കഴിഞ്ഞാൽ, അത് നമ്മുടെ ജീവിതത്തിൻ്റെ ഒരു ഏടാക്കി കഴിഞ്ഞാൽ തീർച്ചയായും വലിയ വിജയങ്ങൾ നമുക്ക് ഖുർആൻ കൊണ്ട് എത്തിപ്പിടിക്കാൻ സാധിക്കും. അത് നാളെ പരലോകത്ത് മാത്രമല്ല, ഈ ലോകത്തും ഈ ദുനിയാവിലും ഖുർആൻ കൊണ്ട് നമുക്ക് വിജയിക്കാൻ കഴിയും. നമ്മുടെ എന്താവശ്യങ്ങൾക്കും ഖുർആനിലെ ചില ആയത്തുകൾ ഓതി മന്ത്രിച്ചു കഴിഞ്ഞാൽ, അല്ലെങ്കിൽ ആ ആയത്തുകൾ പതിവാക്കി കഴിഞ്ഞാൽ, ചില സൂറത്തുകൾ പതിവാക്കി കഴിഞ്ഞാൽ ലഭിക്കുമെന്നുള്ള വിവരം കഴിഞ്ഞ വീഡിയോയിൽ നമ്മൾ പറഞ്ഞതാണ്. അതിലൊരു 4 ആയത്തുകളും പറഞ്ഞു. ഇന്ന് അതുപോലെയുള്ള ഒരു സൂറത്ത് തന്നെ പറയാൻ വേണ്ടിയിട്ടാണ് ആഗ്രഹിക്കുന്നത്. ഇപ്പോൾ സൂറത്തുൽ മുൽക്ക് നമുക്കറിയാം, ഖബറിലെ ചോദ്യമില്ലാതിരിക്കാൻ വേണ്ടിയിട്ട്. സൂറത്തുൽ വാഖിഅ ദാരിദ്ര്യമില്ലാതിരിക്കാൻ വേണ്ടിയിട്ടാണ് എന്ന് നമ്മൾ പറഞ്ഞിട്ടുണ്ട്. അതുപോലെ തന്നെ ഹബീബായ മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾക്ക് ഏറ്റവും ഇഷ്ടമുള്ള ഒരു സൂറത്താണ് സൂറത്തുൽ ഫത്ഹ് എന്ന് പറയുന്നത്. പരിശുദ്ധ ഖുർആനിലെ 48ാമത്തെ സൂറത്താണ് സൂറത്തുൽ ഫത്ഹ്. അപ്പോൾ ഈ സൂറത്തുൽ ഫത്ഹ് പാരായണം ചെയ്തു കഴിഞ്ഞാൽ ഒരുപാട് കാര്യങ്ങൾ അവരുടെ ജീവിതത്തിൽ സംഭവിക്കും. നമ്മൾ പലപ്പോഴും മാസം കാണുന്ന സമയത്തൊക്കെ ആദ്യത്തെ രാവിൽ ഓതുന്ന ഒരു സൂറത്താണ് സൂറത്തുൽ ഫത്ഹ്. കാരണം ആ മാസം വളരെ നല്ല മാസമാവാൻ വേണ്ടിയിട്ട്, എല്ലാ കാര്യങ്ങളും സാമ്പത്തികമായിട്ട് അഭിവൃദ്ധി ഉണ്ടാവാനും, പ്രയാസങ്ങളില്ലാതിരിക്കാനും, ബുദ്ധിമുട്ടുകൾ നീങ്ങാനും, നമ്മൾ ഉദ്ദേശിക്കുന്നത് പോലെ കാര്യങ്ങളൊക്കെ നടക്കാനും വേണ്ടിയിട്ട് നാം ഓതുന്ന സൂറത്താണല്ലോ സൂറത്തുൽ ഫത്ഹ്. അപ്പോൾ ഈ സൂറത്തുൽ ഫത്ഹ് ഓതിക്കഴിഞ്ഞാൽ എന്തൊക്കെ കാര്യങ്ങളാണ് നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാവും? ഒന്ന്, നടക്കാത്ത ആഗ്രഹങ്ങൾ അത് പൂവണി. നമ്മൾ ജീവിതത്തിൽ നടക്കില്ല എന്ന് നനച്ചിരുന്ന ചില ആഗ്രഹങ്ങളൊക്കെ ഉണ്ടാവുമല്ലോ, അത്തരം ആഗ്രഹങ്ങളൊക്കെ ഇങ്ങനെ പൂവണിയുന്നതായിട്ട് നമുക്ക് കാണാൻ കഴിയും. ഇതിങ്ങനെ നടക്കുന്നത് സൂറത്തുൽ ഫത്ഹ് പതിവാക്കുന്ന ആളുകൾ അതെങ്ങനെയാണ് ഓതേണ്ടത്, അതിൻ്റെ രൂപം ഇൻഷാ അല്ലാഹ് ഈ വീഡിയോയുടെ തന്നെ അവസാനത്തിൽ പറയുന്നുണ്ട്. സോ നിങ്ങളെല്ലാവരും വീഡിയോ അവസാനം വരെ കാണണം. അപ്പോൾ നടക്കാത്ത ആഗ്രഹങ്ങളൊക്കെ പൂവണിയുന്നത് നമുക്ക് കാണാൻ കഴിയും. എന്തെങ്കിലും തടസ്സങ്ങളൊക്കെ നമ്മുടെ ജീവിതത്തിലുണ്ടെങ്കിൽ ആ തടസ്സങ്ങളൊക്കെ തകർന്നടിയുന്നതും നമുക്ക് കാണാൻ കഴിയും. വളരെ അത്ഭുതമാണ് ഈ സൂറത്തുകളുടെ കാര്യം. പരിശുദ്ധ ഖുർആൻ ഏറ്റവും വലിയ അത്ഭുതമാണ്, ലോകാത്ഭുതമാണ് പരിശുദ്ധ ഖുർആൻ എന്ന് പറയുന്നത്. അപ്പോൾ അത് വ്യക്തമായിട്ട് നമ്മൾ ഉപയോഗിക്കാതെ തന്നെ അത് അത്ഭുതമാണ്. ഇനി നമ്മളതൊന്ന് ഇൻറ്റൻഷനലി ആ ഖുർആനിനെ വളരെ കൃത്യമായിട്ടൊന്ന് ഉപയോഗിച്ചു നോക്കൂ, തീർച്ചയായും വലിയ അത്ഭുതങ്ങൾ നമുക്കതിലൂടെ കാണാൻ കഴിയും എന്നുള്ളതാണ്. മഹാനായ ഹബീബ് മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ഒരു ദിവസം പറയുകയുണ്ടായി, ഈ രാത്രി എനിക്കൊരു സൂറത്ത് അവതരിച്ചു. ഇഹലോകത്തെക്കാളും അതിലുള്ള സകലതിനേക്കാളും, ഇഹലോകത്തിലുള്ളതിനേക്കാളും അതിലുള്ള സകലതിനേക്കാളും എനിക്ക് പ്രിയങ്കരമാണ് ഈ സൂറത്തുൽ ഫത്ഹ് എന്നാണ് മുത്തനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ അവിടുന്ന് പറഞ്ഞത്. അപ്പോൾ അവിടത്തേക്കൊരു രാത്രി ഒരു സൂറത്ത് അവതരിച്ചു. ആ സൂറത്തിനെ പറ്റിയിട്ട് അവിടുന്ന് പറയുന്നു, ഇഹലോകത്തിലുള്ളതിനേക്കാളും അതിലുള്ള സകലതിനേക്കാളും എനിക്ക് ആ സൂറത്ത് പ്രിയപ്പെട്ടതാണ് എന്ന് പറയുകയാണ്. അപ്പോൾ അതിൻ്റെ മഹത്വം എത്രയാണ് എന്ന് നമ്മൾ മനസ്സിലാക്കേണ്ടതുണ്ട്. എന്ന് മാത്രമല്ല, ഈ സൂറത്തുൽ ഫത്ഹ് പതിവായിട്ട് ഓതുന്ന ഒരു മനുഷ്യന് നോക്കൂ, മുത്തുനബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ സ്വപ്നത്തിൽ കാണാൻ കഴിയുമെന്ന് മഹാന്മാരായ ആലിമീങ്ങൾ, പണ്ഡിതന്മാർ നമ്മെ പഠിപ്പിക്കുന്നുണ്ട്. അത്ര മഹത്വമുണ്ട് ഈ സൂറത്തിന്. പതിവായിട്ട് നമ്മൾ ഓതണം. അപ്പോൾ മുത്തുനബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ കാണാൻ ആഗ്രഹിക്കാത്തവരായിട്ട് ആരുണ്ടാവില്ല. എല്ലാവർക്കും അവിടുത്തെ കാണാൻ വല്ലാത്ത പൂതിയാണ്. സ്വപ്നത്തിലെങ്കിലും ഉണർവിലും ഉണർച്ചയിലും കാണണമെന്ന് ആഗ്രഹിക്കുന്നവരാണ് നാം ഓരോരുത്തരും. അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്കെല്ലാവർക്കും തൗഫീഖ് നൽകി അനുഗ്രഹിക്കട്ടെ എന്ന് ആത്മാർത്ഥമായി ദുആ ചെയ്യുന്നു. അപ്പോൾ ഈ സൂറത്തുൽ ഫത്ഹിനെ പതിവായിട്ട് നാം ഓതിക്കഴിഞ്ഞാൽ അത് ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ കാണാൻ
അത് കാരണമാകുമെന്ന് മാത്രമല്ല ഭൗതികവും പാരത്രികവുമായ എല്ലാ നന്മകളുടെ കവാടങ്ങളും അയാൾക്ക് മുമ്പിൽ തുറക്കപ്പെടും. ഹബീബുന മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം വീണ്ടും പറയുന്നു, കടങ്ങൾ വീടും. അപ്പോൾ എല്ലാ ഭൗതികമായ കവാടങ്ങളും നന്മയുടെ കവാടങ്ങളും ആഖിറത്തിലുള്ള നന്മയുടെ കവാടങ്ങളും ഈ സൂറത്തുൽ ഫത്ഹ് കൊണ്ട് തുറക്കപ്പെടുന്നു എന്ന് മാത്രമല്ല കടങ്ങൾ വീടും, പരീക്ഷകളിലും മറ്റൊക്കെ വിജയം നേടും. അപ്പോൾ എന്ത് ആവശ്യങ്ങൾക്കും സൂറത്തുൽ ഫത്ഹിനെ നമുക്ക് ഉപയോഗിക്കാൻ കഴിയും. സൂറത്തുൽ ഫത്ഹ് ഓതി ഈ രൂപത്തിൽ നമുക്ക് നല്ല ആഗ്രഹങ്ങൾക്ക് വേണ്ടിയിട്ട് അതിനെ ഓതുകയും അത് കൃത്യമായി കൊണ്ടു നടക്കാൻ കഴിയുകയും ചെയ്യും എന്നാണ് മഹാന്മാരായ ആലിമീങ്ങൾ പണ്ഡിതന്മാർ നമ്മെ പഠിപ്പിക്കുന്നത്. അതുപോലെ തന്നെ അകാരണമായി ജയിലിലകപ്പെട്ട ഒരുപാട് ആളുകളുണ്ട് നമുക്ക് ചുറ്റും, അല്ലേ? കള്ളക്കേസുകളിൽ പലരെയും കുടുക്കി ഇന്ന് പല ആളുകളും ജയിലിലാണ്. ഇത്തരത്തിലുള്ള ജയിൽ മോചനങ്ങൾക്കത് കാരണമാകുമെന്ന് മാത്രമല്ല യാത്രയുടെ തടസ്സങ്ങൾ നീങ്ങാൻ, യാത്രാ തടസ്സങ്ങൾ നീങ്ങാനും സൂറത്തുൽ ഫത്ഹ് ഒരുപാട് ഉപകരിക്കുമെന്ന് മഹാന്മാരായ ആലിമീങ്ങൾ നമ്മെ പഠിപ്പിക്കുന്നുണ്ട്. അപ്പോൾ ഇത്തരം കാര്യങ്ങൾക്കൊക്കെ നമുക്ക് സൂറത്തുൽ ഫത്ഹിനെ ഓതി അത് ഉപയോഗിക്കാം. പരിശുദ്ധ ഖുർആനാണ് എല്ലാറ്റിനും. നമ്മൾ ഉദ്ദേശിക്കുന്ന നമ്മുടെ നീയത്ത് നല്ലതാണ് എന്നുണ്ടെങ്കിൽ ആ നീയത്തിൻ്റെ നന്മ ഉദ്ദേശിച്ചുകൊണ്ട് നോക്കൂ, നാം ഓരോ കാര്യങ്ങളും നമ്മുടെ ജീവിതത്തിൽ ചെയ്യുകയാണ്, അല്ലേ? ഓരോ സൂറത്തുകളും നാം ഓതുകയാണ്. ആ ഓതുന്ന സമയത്ത് അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മുടെ ഖൽബിൻ്റെ ആ ക്ലാരിറ്റി കണ്ട്, ആ ഒരു ആത്മാർത്ഥത കണ്ടുകൊണ്ട് റബ്ബ് സുബ്ഹാനഹു വ തആല എല്ലാ കാര്യങ്ങളും നമുക്ക് സാധിപ്പിച്ച് തരും. അല്ലാഹു അങ്ങനെ നമ്മുടെ എല്ലാ കാര്യങ്ങളും സാധിപ്പിച്ച് തരട്ടെ എന്ന് ആത്മാർത്ഥമായി ദുആ ചെയ്യുന്നു. ഇനി എങ്ങനെയാണ് ഈ സൂറത്തുൽ ഫത്ഹ് ഓതേണ്ടത്? ഏത് സമയത്തും ഓതാം, പക്ഷേ ഏറ്റവും നല്ല രീതിയാണ് നമ്മളിവിടെ പറയുന്നത്. ഇശാ മഗ്രിബിൻ്റെ ഇടയിലാണ് സൂറത്തുൽ ഫത്ഹ് ഓതേണ്ടത്. ആദ്യം സൂറത്തുൽ ഫത്ഹ് ഒരു തവണ മുഴുവനായിട്ടും ഓതുക, മഗ്രിബ് ഇശാഇൻ്റെ ഇടയിൽ ഓതുക. ഏറ്റവും നല്ല സമയമാണ്. ഇതിൻ്റെ ഇടയിൽ ഒരു തവണ മുഴുവനായിട്ടും ഓതുക. എന്നിട്ടോ അതിനുശേഷം അള്ളാഹുവിൻ്റെ മഹത്തായ ഇസ്മുകളിൽപ്പെട്ട യാ ഫത്താഹു യാ അള്ളാഹ്, യാ ഫത്താഹു യാ അള്ളാഹ്, വിജയം നൽകുന്നവനായ അള്ളാഹുവെ, തുറന്നു നൽകുന്നവനായ അള്ളാഹുവെ എന്നർത്ഥം വരുന്ന ആ ഇസ്മു എന്ത് ചെയ്യുക? 489 തവണ അതിൽ ഏറ്റക്കുറച്ചിലുകളില്ലാതെ തന്നെ ചൊല്ലാം. കൂടാനും പാടില്ല, കുറയാനും പാടില്ല. ആ രൂപത്തിൽ വളരെ കൃത്യതയോടുകൂടെ തന്നെ ആ ഇസ്മിനെ നമ്മൾ ചൊല്ലുക. ശേഷം വളരെ ആത്മാർത്ഥമായിട്ട് എന്ത് ചെയ്യുക? നമ്മൾ ദുആ ചെയ്യുക. ഈ ഒരു കാര്യം 21 ദിവസം തുടർച്ചയായിട്ട് നാം ചെയ്യും. അപ്പോൾ ഒന്ന് ഇശാ മഗ്രിബിൻ്റെ ഇടയിൽ സൂറത്തുൽ ഫത്ഹിനെ നമ്മൾ മുഴുവനായിട്ടും പാരായണം ചെയ്യുക. ശേഷം അള്ളാഹുവിൻ്റെ മഹത്തായ ഇസ്മ യാ ഫത്താഹു യാ അള്ളാഹ് എന്നുള്ളത് 489 തവണ ഏറ്റക്കുറച്ചിലുകളില്ലാതെ പറയുക. ശേഷം വളരെ ആത്മാർത്ഥമായിട്ട് നമ്മൾ ദുആ ചെയ്യുക. അതിനുശേഷം 21 ദിവസം ഇത് തുടർച്ചയായിട്ട് ചെയ്യുക. എത്ര വലിയ കടങ്ങളുണ്ടെങ്കിലും ആ കടങ്ങൾ നിങ്ങൾക്ക് വീടിക്കിട്ടും. നിങ്ങൾക്ക് സാമ്പത്തികമായിട്ടുള്ള അഭിവൃദ്ധികൾ വരും. നിങ്ങളുടെ രോഗങ്ങൾ മാറും, അസുഖങ്ങൾ മാറും. എല്ലാ തരത്തിലുള്ള നന്മയുടെ കവാടങ്ങളും നിങ്ങൾക്ക് തുറക്കപ്പെടും. നിങ്ങൾക്ക് മനസ്സിൽ ആ ചിന്തയുണ്ടെങ്കിൽ, ഏത് ചിന്ത? ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ എനിക്ക് കാണണം എന്ന ആഗ്രഹം, അതിയായ ആഗ്രഹമുണ്ടെങ്കിൽ അവിടുത്തെ നമുക്ക് കാണുകയും ചെയ്യാം. അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്കതിനുള്ള തൗഫീഖ് നൽകി അനുഗ്രഹിക്കട്ടെ എന്ന ആത്മാർത്ഥമായി ദുആ ചെയ്തുകൊണ്ട് ഈ എപ്പിസോഡ് ഇവിടെ അവസാനിപ്പിക്കുന്നു. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.